ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉണ്ണിവാണ്ടേക്കിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്കുള്ള ഒരു കൂർക്ക നഗണ മെഷീൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കൂർക്ക എല്ലാവർക്കും ഈ പറഞ്ഞൊരു ഇഷ്ടമാണ്, പക്ഷേ നന്നാക്കണ ഒരു കാര്യം ആരും അങ്ങനെ മേടിക്കാറില്ല. ഇപ്പം ഞാൻ പോലും അങ്ങനെ മേടിക്കാറില്ല. പക്ഷേ ഈ മെഷീൻ ഒരു ചെറിയൊരു മെഷീനാണ്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം 3 സൈസായിട്ട് ഉപയോഗിക്കാം. നമുക്ക് കൂർക്ക ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, ഇതെല്ലാം നമുക്ക് അതിൽ ശരിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പണിയാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 4 പ്ലൈവുഡിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ പ്ലൈവുഡിൻ്റെ പീസ് എന്ന് പറയുമ്പോൾ നീളവും വീതി എന്ന് പറയുമ്പോൾ നീളം ഒരു 20 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഒരു 16 സെൻറ്റിമീറ്ററും എടുത്തേക്കണത്. അതിൻ്റെ ഒരു PVC പൈപ്പുണ്ട്, അതിലാണ് നമ്മൾ അതിൽ കൂർക്കിയിട്ട് എല്ലാം റെഡിയാക്കുന്നത്. പിന്നെ നമ്മളത് കറക്റ്റായിട്ട് ബോക്സ് ആക്കി എടുത്ത് അത് മൂടാനായിട്ടൊരു പീസ് എടുത്ത് അത് പറ്റില്ലാണ്ട് നമുക്ക് പറ്റിയില്ല. പിന്നെ എടുത്തേക്കണത് നമ്മുടെ പഴയ മെഷീൻ ഉണ്ടാക്കിയപ്പോൾ ഗിയർ ബോക്സ്, വാഷിംഗ് മെഷീൻ ഗിയർ ബോക്സിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തേക്കണത്. ചൂലുണ്ടാക്കുന്ന മെഷീന് അതിൻ്റെ പകുതിയാണ് ഈ കിടക്കണത്. അപ്പോൾ ഇനി ഇത് മെയിൻസ് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഒരു ടോപ്പിൽ വന്ന ആ ബീഡിങ് പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കണ എല്ലാ പീസുകളും നമ്മളവിടെ മുറിച്ച് കളയാണ്. അപ്പോൾ എന്നുണ്ടെങ്കിൽ ആ ഷാഫ്റ്റ് ഒരു 1.5 ഇഞ്ചോളം പൊങ്ങിയിരിക്കും. അപ്പോൾ അതുമ്മയാണ് നമ്മുടെ പുള്ളി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മുടെ കാര്യം നടക്കും. അപ്പോൾ പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു പണി വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുണ്ട് കട്ട് ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഹോൾ അടിക്കണം. അതായത് ഇത് നമ്മൾ ചീത്തുള്ള അതായത് ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു ഹോൾ അടിക്കാൻ വേണം. അപ്പോൾ ഈ പ്ലൈവുഡ് വേണം നമ്മൾ ഹോൾ അടിക്കേണ്ടത്. അടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഗിയർ ബോക്സിൻ്റെ ആ അറ്റം വേണ്ട, ഈ അറ്റമാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ ടൈറ്റായിട്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നമുക്ക് ബാരിങ് ഒന്നും ഇടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അത് കറക്റ്റായിട്ട് നല്ല ടൈറ്റിലാണ് നമുക്ക് ഉറപ്പിച്ച് കളയാത്. നമ്മൾ ആ പ്ലൈവുഡിൻ്റെ പീസുമ്പോൾ നമ്മൾ ഹോൾ അടിച്ചിട്ടാണ് ഒരു 3/4 ഇഞ്ച് ഹോൾ അടിച്ചേക്കാണത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗിയർ ബോക്സിൻ്റെ ഡെമ്മി മാത്രമേ ഉള്ളൂ, അത് ഷാഫ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിട്ട് നല്ല കറക്റ്റ് ടൈറ്റിലാണ് കയറ്റേണ്ടത്. നല്ല കറക്റ്റ് ടൈറ്റാണ്. അപ്പോൾ നമ്മൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അത് നല്ല കറക്റ്റ് ടൈറ്റിൽ തന്നെ കയറിയേക്കണത്. ഈ ഒരു ഗിയർ ബോക്സ് എടുത്തില്ലെങ്കിൽ 2 ബാരിങ് ഇട്ട് കൊടുക്കേണ്ടി വരും. ആ ഒരു ഷാഫ്റ്റ് നിർത്താണ്ട് 2 ബാരിങ് ഇടുമ്പോൾ ഒരുപാട് പണിയാവും. അത് ഒരുപാട് പിന്നെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത്. ഇതാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രം ആ ഒരു ഹോളിൽ നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്, പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. എന്നിട്ട് അതിൻ്റെ അറ്റത്താണ് നമ്മൾ പുള്ളിയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോക്സിലേക്ക് ഈ സാധനം കയറ്റിയാണ്. അത് നമ്മൾ നല്ല കറക്റ്റ് അടയാളം എടുത്തിട്ട് അത് നല്ല കറക്റ്റ് ടൈറ്റിൽ എയർ ടൈറ്റ് പോലെയാണ് നല്ല പ്രസ് ചെയ്ത് പോകണം. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഷാഫ്റ്റിൽ 1.25 ഇഞ്ചോളം പൊന്തിക്കും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സെൻറ്ററിൽ ഹോൾ അടിച്ചിട്ടുണ്ട്, വലിപ്പോൾ ഹോൾ അടിച്ചേക്കണത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അലൈൻമെൻറ്റ് വരെയാണെങ്കിൽ മുട്ടാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരെയാണ് മുട്ടാണ്ടിരിക്കും. ഇത്തിരി വലിയ ഹോൾ അടിച്ചേക്കണം ആ ഷാഫ്റ്റിനേക്കാളും. അത് കഴിഞ്ഞിട്ട് നമ്മളിനി എടുത്തിട്ട് ആ ഒരു ഷാഫ്റ്റ് പൊങ്ങിക്കുമ്പോൾ ചുറ്റിനോട് നമ്മൾ 2 സ്ക്രൂ വെച്ച് കളയണം എന്നുണ്ടെങ്കിൽ ഇത് ബലമാകാനായിട്ട്. അപ്പോൾ പിന്നെ ഈ ഷാഫ്റ്റ് പൊങ്ങുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിവൊന്നും പാടില്ല, എന്നിട്ട് വേണം സ്ക്രൂ ആക്കാനായിട്ട്. ഇനി അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇടാനൊരു പുള്ളി വേണം. അപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര പൈസയൊക്കെയാണ് അത് കാണിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഒരു പ്ലൈവുഡിൻ്റെ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് പ്ലൈവുഡ് എടുത്തേക്കണത്. പ്ലൈവുഡ് ഹോൾ അടിച്ചിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ ഹോളാണ് നമ്മൾ എടുത്തത്. 2 ഇഞ്ച് ഹോളിൻ്റെ ഒരു പീസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ആ ബെൽറ്റിൻ്റെ വീതിക്കാൻ ഒരു ചെറിയൊരു കുഴി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പണി അവിടെ തീരുകയും ചെയ്യും. നമുക്ക് ഇതുകൊണ്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പുള്ളി എടുത്തത് നമ്മുടെ കയ്യിലുണ്ടായ ഉളി വെച്ചാണ് നമ്മൾ ഇതാണ് ചെയ്തേക്കുന്നത്. അതിന് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ബിറ്റുകൾ എടുത്തിട്ടുണ്ടായി. അതായത് നമ്മൾ അതിന് വേണ്ടി വേറെ ഉളിയൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ലാസ്റ്റായപ്പോൾ നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ ലാസ്റ്റ് ഫിനിഷിങ് ചെയ്യാനാണ് എടുത്തത് നമ്മൾ. അതായത് അല്ലാണ്ട് നമുക്ക് ആ കറക്റ്റ് പൊഴി നമുക്ക് കിട്ടൂല അത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വേറെ ഇതൊന്നും മേടിച്ചിട്ടുണ്ടായില്ല. അതായത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറേശ്ശെ നമ്മളിപ്പോൾ കടയിലോട്ട് തന്നെ നമുക്ക് കടഞ്ഞെടുക്കാൻ പറ്റും. അതിലിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്കത് ക്ലിയറായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സിൻ്റെ നമ്മളത് സെറ്റ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ 2 സൈഡിൽ നമ്മൾ സ്ക്രൂ വെച്ച് കളഞ്ഞേക്കണം കറക്റ്റ് ലെവലിൽ. അതായത് ആ ഷാഫ്റ്റ് പൊങ്ങിയിരിക്കുമ്പോൾ ചരിവൊന്നും ഇല്ലാണ്ട് ആയിട്ടാണ് നമ്മൾ ആ കറക്റ്റായിട്ട് 2 സ്ക്രൂ വെച്ചേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ പുള്ളി ആ ഷാഫ്റ്റുമ്പോൾ തന്നെ നല്ല ടൈറ്റ് തന്നെ, അതുമാതിരി ഗ്രിപ്പ് ഉണ്ടാകുമ്പോൾ ഗിയർ ബോക്സ് ആണല്ലോ. അപ്പോൾ ഇത് ഗ്രിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമ്പോൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അപ്പോൾ അത് കഴിഞ്ഞു അതിൻ്റെ പരിപാടി. അതിൻ്റെ സൈഡിലാണ് നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഷീറ്റ് പരന്ന ഷീറ്റാണ്. നമുക്കിതിൽ കുഴി വേണം. അപ്പോൾ സെൻറ്ററിൽ ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്. ഈ 6 ഇഞ്ച് റൗണ്ട് കറക്റ്റായിട്ട് വെക്കാനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 വര വരച്ചിട്ടുണ്ട്. അപ്പോൾ
പുറത്ത് വരെയാണ് നമ്മൾ എടുക്കണത്. എന്നിട്ട് ഇത് നമ്മൾ ഈ ഞെട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഹോളിലാക്കി ഇങ്ങനെ ഹോളിലാക്കി വെച്ചിട്ട് നമ്മൾ ചൂടായിക്കൊണ്ട് ഈ പൈപ്പ് വെച്ച് അമർത്തുമ്പോൾ എന്ന് പറയുമ്പോൾ സെൻറ്റർ കുഴിഞ്ഞിട്ടും. അപ്പോൾ ഈ വര വരച്ചേക്കണം അത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ ഒരു വേറെ സ്ഥലത്ത് കിട്ടും. അപ്പോൾ അത് കാരണം അതാണ് വര വരച്ചിട്ടേക്കണത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ഈ ഗ്യാസൊക്കെ കത്തിച്ച് അത്യാവശ്യം ഒരു വഴങ്ങണ രീതിയാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ ആ ഞെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മളങ്ങാട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആകില്ല. നമ്മൾ വരച്ചിട്ടേക്കണ വരയിൽ മാത്രമേ നമ്മൾ വെക്കാൻ പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ മാറിപ്പോവും. അതാണ് നമ്മളങ്ങനെ ഉള്ളിൽ PVC 6 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഉള്ളിൽ വെച്ചിട്ട് വരച്ചിട്ട് നമ്മൾ നേരെ അമർത്തുന്നത്. എന്നിട്ട് അത് കുറച്ച് വെള്ളം കോരി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ടെമ്പറായിട്ട് നല്ല കണ്ടീഷനായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഇത് ഒന്നും മോട്ടറിലോട്ടും അല്ലെങ്കിൽ ഇടയ സ്ഥലത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കണില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് കിട്ടും. അത് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം കിട്ടുകയും ചെയ്തത് കുഴിയായിട്ടാണ്. കണ്ട അധികം സ്ലോപ്പ് ഉണ്ട്, ചെറിയ സ്ലോപ്പ് മതി. അത് വെള്ളം സെൻറ്ററിലോട്ട് വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ലോപ്പ് ചെയ്തേക്കുന്നത്. കുഞ്ഞ് സ്ലോപ്പാക്കിയേക്കാണ് ഒട്ടിച്ചേർത്തേക്കണ്ട. ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് ചെറിയൊരു കുഴിയായി. അപ്പോൾ ഇനി വെള്ളം വീഴുമ്പോൾ നേരെ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ മിഷ്യത്തിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങും. ഇതാകുമ്പോൾ അതിനാ എന്തായാലും കറങ്ങുമ്പോൾ വെള്ളം സൈഡിലേക്കാണ് തെറിക്കുള്ളൂ, ഉള്ളിലേക്ക് എന്തായാലും പോകില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിനി എല്ലാം കഴിഞ്ഞേക്കാണ് നമുക്കിനി സെറ്റ് ചെയ്യുന്നതെല്ലാം കൂടി. 12 വോൾട്ടിൻ്റെ ഒരു മോട്ടർ ഇരിക്കണത് ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ ഇതും ഒരു പുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മരത്തിൻ്റെ പുള്ളി തന്നെയാണ് ഞാൻ ഇട്ടേക്കണത്. ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് നല്ല അത്യാവശ്യം ടൈറ്റ് ചെയ്തത്. പിന്നെ ഇത് ബെൽറ്റാണ്. ഇത് നമ്മുടെ സാധാരണ ഒരു തയ്യൽ മെഷീൻ്റെ ബെൽറ്റാണ്. പിന്നെ ഇതെന്നുകൊണ്ട് നമ്മൾ ആ കൂർക്ക ഇട്ടിട്ട് ക്ലീനാക്കാനായിട്ട് നമ്മൾ എടുത്തേക്കണ ഒരു പാത്രമാണത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ ഒരു പീസ് കിടന്ന് കറങ്ങുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് നമ്മുടെ മറ്റേ ബോക്സാണ്. ഇതും വേണം എല്ലാ സാധനം ഉറപ്പിക്കണത്. ഇപ്പോൾ ഒരു പുള്ളി ഇട്ടേക്കാണ് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ അതെല്ലാം അതിന് ഇരിപ്പുണ്ട്. നമ്മളത് റെഡി ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പമായി പണിയെല്ലാം തീർക്കാനായിട്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹോൾ ഇട്ടേക്കണം. അതായത് ഈ ബെൽറ്റ് ഇത്ര നീളം കൂടുതലായിപ്പോയി. അപ്പോൾ നമ്മൾ പുറത്താണ് മോട്ടർ നോക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് ഇത് കിട്ടുള്ളൂ. പിന്നെ എന്നുണ്ടെങ്കിൽ അകത്ത് വെച്ചാൽ മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ബെൽറ്റ് തെറ്റിപ്പോയാലും വലിയ പാടായിരിക്കുള്ളൂ അതൊക്കെ. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാനും പറ്റൂല. ബെൽറ്റ് നീളം കൂടുതലായി പോയി പുറത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സൗകര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് വെച്ചത്. പിന്നെ വലിപ്പം കൂട്ടി തന്നെ ഇതിൻ്റെ ഒരു ഭംഗി അളവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി അവിടെ സെറ്റ് ചെയ്യാൻ കാണും. ഇനി അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ട മോട്ടറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾ ഈ കട്ടിങ് ഇട്ടേക്കണത് വേറെ ഒന്നും ആയിട്ടല്ല, അതുമ്പോൾ ബെൽറ്റ് കിടന്ന് പറയണം. അതുകൊണ്ട് നമ്മളങ്ങനെ വി മോഡലിൽ ഒരു കട്ടിങ് ഉണ്ടാക്കിയിട്ടത്. അതായത് വലിയ പ്രത്യേകമൊന്നുമില്ല. എന്നിട്ട് 2-3 റബ്ബറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളത് ഒന്ന് മോട്ടർ സീറ്റിങ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ നേരെ അതുമ്മ മോട്ടർ വെച്ചിട്ട് ആ ബെൽറ്റ് അങ്ങനെ ഇടണം. അങ്ങോട്ട് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസാക്കാനൊക്കെ പറ്റും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത് മോട്ടർ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തേക്കിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു അലൂമിനിയത്തിൻ്റെ പീസ് വെച്ച് ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4 സ്ക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പണിയാണ് തീർന്നത്. പക്ഷേ ഇത് ഒരുപാട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബെൽറ്റ് ഒരുപാട് ഓവർ ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ മോട്ടറിന് ഭയങ്കര ഇടങ്ങേറാണത്. ചിലപ്പോൾ മോട്ടർ കറങ്ങാണ്ട് വരും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കിയിട്ട് ആ കറക്റ്റ് ആ ഒരു ടൈറ്റ് വരുമ്പോൾ നമ്മളത് അധികം ടൈറ്റ് ചെയ്യണം നമ്മളെ മോട്ടർ. ഇനി നമ്മൾ ആ PVC കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു റൗണ്ട് ഒരു പാത്രം നമ്മളത് വെക്കാൻ വേണ്ട. അപ്പോൾ അത് നേരെ ആ ഷാഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് തന്നെ കറക്റ്റായിട്ട് നമ്മൾ വെക്കണത്. അപ്പോൾ അതിനും ഹോളിലും ഇത്തിരി വലിപ്പമുണ്ട് കേട്ടോ. അതായത് അല്ലെങ്കിൽ ഷാഫ്റ്റ് കിടന്ന് മുട്ടരുതല്ല അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഈ പ്ലേറ്റ് വെക്കണത്. ഈ പ്ലേറ്റുമ്പോൾ എല്ലാ പരിപാടിയും ഇതാണ് കറങ്ങണ ഒരു പ്ലേറ്റ്. അപ്പോൾ നമ്മൾ അടിയിലൊരു വാഷർ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യണത്. പിന്നെ അതിൻ്റെ മുകളിലൊരു വാഷർ വെച്ചിട്ടുണ്ട് ഇപ്പം. പക്ഷെ അത് പിന്നീട് ഊരി നമ്മൾ കളയും. അടിയിലത്തെ വാഷർ മാത്രം മതി. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് അനങ്ങാൻ ഇങ്ങനെ ഷെയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് കറക്റ്റ് അലൈൻമെൻറ്റൊക്കെ നോക്കണം കേട്ടോ. അത് ഈ റൗണ്ടൊക്കെ വെട്ടുമ്പോൾ കറക്റ്റായില്ലെങ്കിൽ സൈഡിലൊക്കെ പോയി മുട്ടും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം.
പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തേക്കണത് ആ 6 ഇഞ്ചിൻ്റെ പൈപ്പ് കുറച്ചും കൂടി നമ്മൾ ആ ഒരു ഇഞ്ച് വീതിക്കാണ് 6 ഇഞ്ചിൻ്റെ ഒരു അടപ്പം വേണമല്ല, അത് ഇത്തിരി കൂടി വലുതാക്കിയായിരുന്നു കേട്ടോ. ജോയിൻ്റ് അടിച്ച് വലുതാക്കണം, അതിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ കയറില്ലായിരുന്നു, കപ്ലിങ് പോലെ കയറിയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ എല്ലാ പണി തീർന്നേക്കാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ചവിട്ടി എന്നൊരു സാധനം ഗ്രിപ്പ് ഇടാൻ വേണ്ടി വെക്കണത്. നമ്മൾ അത് അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ നമുക്ക് തോന്നി ആ സാധനം കറക്റ്റായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോയി ചവിട്ടിയൊക്കെ വെച്ച് 100 രൂപ ചിലവെന്നുള്ളൂ. നല്ല ഗ്രിപ്പുള്ള ഒരു ചവിട്ടിയാണ്, ഒരുപാട് നല്ല സോഫ്റ്റാണ് എങ്ങനെയും. അല്ലെങ്കിൽ ഒരുപാട് ഗ്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ്, കൂർക്കയൊക്കെ ഒരുപാട് തേഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചവിട്ടി എടുത്തിട്ട് ഇനി അത് ആ റൗണ്ടിലൊരു പീസും കട്ട് ചെയ്ത് സൈഡിലൊക്കെയുള്ള പീസും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയെല്ലാം തീർന്നേക്കാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് നമ്മൾ മറക്കാനായിട്ട് ഒരു നമ്മുടെ ഫാബ്രിക്കേഷൻ കടയുടെ അവിടെ പോയപ്പോൾ ഒരുപാട് അലൂമിനിയം അല്ല ഈ PVC-യുടെ ഷീറ്റ് വേസ്റ്റായി കിടക്കുന്ന ഷീറ്റുണ്ട്, അതെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സൈഡ് എല്ലാ ബോഡിയും ഇത് മറച്ചേക്കണേട്ടോ. നമ്മൾ അവിടുന്ന് വേസ്റ്റിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോരാ നമുക്കത്. അപ്പോൾ ഇതാണ്ടൊരു കടയുണ്ട്, നമ്മുടെ അടുത്തുള്ളൊരു കടയാണത്. അപ്പോൾ അവന്മാരത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേസ്റ്റിൽ പോണ പീസാണ്, അത് വെച്ചിട്ട് നമ്മളിതെല്ലാം ചെയ്യണത്. അപ്പോൾ നമ്മുടെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആ ബോഡി എല്ലാം പൊതിഞ്ഞ് നമ്മൾ ആ PVC-യുടെ ഇത് വെച്ചിട്ട് മോട്ടറും സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിനൊരു ചെറിയൊരു കവറും ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്വിച്ചും വെച്ചാൽ ഞാൻ അതിൻ്റെ മുകളിൽ ആ മോട്ടറിൻ്റെ മുകൾ ഭാഗം നമ്മളൊരു ചെറിയൊരു പീസ് വെച്ചുകൊണ്ട് മറച്ച് കളയണം, 2 ഹോൾ ഇട്ടിട്ട്, അല്ലെങ്കിൽ എയർ വഴിയണമല്ല. അപ്പോൾ അതിനുവേണ്ടി അതെല്ലാം കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ആ ഒരു പാത്രം, അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പാത്രം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതും വേണം നമ്മൾ ഈ ചവിട്ടി റൗണ്ടിൽ വെട്ടിയെടുത്ത് ചവിട്ടിയെടുത്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണത്. പിന്നെ ഈ ഒറ്റ സ്ക്രൂ വേണ്ടി ഇതെല്ലാം നമുക്ക് ഈ പാത്രങ്ങൾ കംപ്ലീറ്റ് അഴിച്ചെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് ആ റൗണ്ട് പിന്നെ എടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ റൗണ്ട് പീസ് വെച്ചിട്ട് അതിൻ്റെ അടയാളം നോക്കിയിട്ടാണ് നമ്മൾ ചുറ്റിനും വെക്കണ ആ ഒരു ചവിട്ടിമേന്ന് തന്നെ ആ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അത് വെറുതെ അങ്ങനെ വെച്ചെടുത്തു, നമ്മൾ പശയിലൊന്നും ഒട്ടിക്കണം, നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വലിയ പാടാണ്. അപ്പോൾ ഈ സ്ക്രൂ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം എല്ലാം അഴിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കത് നേരെ കൊണ്ടുപോയി വാഷ് ബേസിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യാനും പറ്റും. ചെയ്യാൻ വേണ്ട, അതായത് ഇതെല്ലാം അഴിച്ച് മാറ്റാം നമുക്ക്, ഒറ്റ സ്ക്രൂ വേണം എല്ലാത്തിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ വേണ്ട, ഇത് ഒരു സ്ക്രൂ ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിക്കൊണ്ട് നമ്മൾ നേരെ ഇത് മുറിച്ചുകൊണ്ട് ഇത് മുറുക്കി ഉണ്ട്. വൈകുന്നേരം ഇവിടെ ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റുമ്പോൾ ഒന്ന് പയ്യനെ ഒന്ന് കൈ ടൈറ്റായിട്ട് പിടിക്കുന്ന സാധനം മുറിക്കോളൂ. മുറിക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇതും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഇത് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് അഴിച്ച് ഈ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചാണത്. വെച്ച് നമ്മൾ 2 ഉരുളങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ട, അതിനുള്ള സ്പേസ് ഉണ്ട് അതിനകത്ത്. ഇത് വലുതാണ്, ഒരെണ്ണം ഇട്ട് കൊടുക്കുക എന്നല്ലേ, അതിനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ വീട്ടുപയോഗത്തിന് വേണ്ടി നമ്മൾ അടക്കാൻ വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് ഇടാൻ പോകുന്നു. കുറച്ചു നേരം നമ്മൾ പിടിക്കേണ്ടി വരും, അതുകൊണ്ടെങ്കിൽ ഈ സാധനം ആകണമല്ല, അതിനുള്ള സ്പേസ് ഇതിനകത്തുള്ളത് നമ്മൾ. അറിയാൻ പാടില്ല, എന്നാലും പയ്യനെ തുറക്കുന്നതാണ്. ഓഫാക്കിയിട്ട് നമുക്ക് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ. ഇതല്ല ഏതാണ്ടും ഒരു എന്താ പറയാ, ഒരു 90% ഇതിന്റെ ഇത് പോയിട്ടുണ്ട്. ഒരു കൂടി വന്നിട്ട് 1 മിനിറ്റ് ഇട്ടാൽ മതി നമുക്ക്. ഇത് അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ചെറിയ കൂർക്ക് ഈ ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് 2-3 ഇടായിരുന്നു, ഇത് വലുതായ നമ്മൾ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ട. ഇത് കണ്ട, ഇത് വേസ്റ്റുകൾ. പിന്നെ ഇതിപ്പോൾ ഇത് ഈ ബെൽറ്റ് ഇവിടെ നമുക്ക് അയച്ചെടുക്കുന്ന സാധനം. ഈ സാധനം നമുക്ക് ക്ലീൻ ചെയ്യാം. ഇത്
ഇത് പൊക്കി മാറ്റുകയും ചെയ്യാം. നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചൊന്നുമില്ല. പക്ഷെ അതേണ്ട പക്ക ക്ലിയർ ആയിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിപ്പോയി സാധനം. എന്തായാലും നമുക്ക് ടൈമിലാവുകൊണ്ട് നമുക്ക് വെച്ചുകൊണ്ട് എവിടെയെങ്കിലും പോവുകയും ചെയ്യാം. അത് റെഡി ആയിക്കോളും. അത് ഒരുപാട് നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നങ്ങളാണ്. ഒരുപാട് നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉരുളങ്ങൾക്കും പിന്നെ പോകാൻ തുടങ്ങും. ഒരു മിനിറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു വലിയ സൈസ് ആകുമ്പോൾ നമുക്ക് ഒരെണ്ണമൊക്കെ ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ചെറിയ സൈസൊക്കെ ഒരു 3-5 ഇടാൻ പറ്റുന്നത്. നമ്മൾ അതിനുള്ളതാണ് അത്രയും വലിപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിക്കൊക്കെ എടുക്കണ കൂടി 2-3 എടുക്കുകയുള്ളൂ നമ്മൾ. അപ്പോൾ അത് കാരണം നമ്മൾ അത്രയും ചെറുതാക്കി ഉണ്ടാക്കിയാണ്. നമ്മൾ കൂർക്കിടാൻ പോയണ്ട. കൂർക്ക് നമ്മൾ പാത്രത്തിൽ എടുത്തിട്ട് വേണ്ട ഇട്ട് നമ്മുടെ മൂടി വെച്ച് അടക്കുകയാണ്. ഇനി ഓൺ ചെയ്യാൻ വേണ്ട. നമുക്ക് അരക്കിന് കൂർക്കൊക്കെ 2 പ്രാവശ്യം ഇട്ട് കേട്ടോ. നിസ്സാര ടൈം 1 മിനിറ്റ് ഒന്നും വേണ്ട. 3/4 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ റെഡി ആക്കി കിട്ടും കേട്ടോ. 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരക്കിലോ കൂർക്ക് ഇട്ടാൻ പറ്റും. അത് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അയ്യോ നിർച്ചു. ഇപ്പോൾ ഓഫ് ചെയ്യണ്ട. ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കിയത് ഒരു 90%, 99% നമ്മുടെ കൂർക്കട തൊലി പോയി കിട്ടിയേക്കാണ്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇടാൻ പോയാണ്. കൂർക്കല ഇരിക്കണോക്ക് ഏതാണ്ടൊരു 99% കൂർക്കട തൊലിയൊക്കെ പോകട്ടെ. പിന്നെ കുഴിയുള്ള സ്ഥലത്തൊന്നും പോകൂല. അതായത് നമ്മളത് ഇപ്പൊ നന്നാക്കിയാലും ഒരു ഇടങ്ങേറ് തന്നെയാണ് എങ്ങനെ ചെയ്താലും. അപ്പൊ കുഴിയുള്ള സ്ഥലത്തൊക്കെ ചെറുതായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. അത് നമ്മള് ക്ലീൻ ആക്കണ്ട. ഇത് ഒട്ടിച്ചിട്ടൊന്നുമില്ല, വെറുതെ വെച്ചേക്കണാണ്. അത് അഴുക്കണ്ടേതുമ്മ കംപ്ലീറ്റ് അതിന്റെ ഇതാണ് തൊലി അയക്കണാണ്. അപ്പൊ ഇത് നമുക്ക് കൊണ്ട് ക്ലീൻ ചെയ്ത് ഇനിയിപ്പോ ഇത് വെറുതെ ഒന്ന് ഈ മോട്ടറിന്റെ ബെൽറ്റിന്റെ അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം കഴിഞ്ഞിട്ട് കഴിച്ച് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഇത് നമ്മൾ പൊക്കിയെടുക്കുക. ഇതും ക്ലീൻ ചെയ്ത് നമുക്ക് അപ്പം 3ാമത്തെ ഇതാണ് ഇടാൻ പോണത്. നമ്മൾ ഇഞ്ചി ഇട്ടുകൊണ്ട് നമ്മുടെ അടപ്പം വെച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് അടച്ചത്. അപ്പൊ നമ്മൾ ഇത് ഒരുപാട് നേരം ഇടാൻ പാടില്ല. ഒരുപാട് നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തേഞ്ഞിരുന്നു. അതായത് നമ്മളൊരു മാക്സിമം 1/2 മിനിറ്റ് ഇട്ടാൽ മതി. 2 ഇഞ്ചാണ് നമ്മൾ ഇട്ടേക്കണത്. 2 ഇഞ്ചിന് നമ്മുടെ വീട്ടുകളിൽ ഉപയോഗം കൂടുതലാണ്. പിന്നെ ഇഞ്ചിക്കറിയൊക്കെ വെക്കാൻ നേരത്തൊക്കെ നമുക്ക് സുഖമായിരിക്കുള്ളൂ. ഒരുപാട് ഇഞ്ചിയൊക്കെ ഇട്ട് നമുക്ക് അത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് ഇട്ടേക്കാണ്. അപ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 12 മോട്ടർ വെച്ചാണ് നമ്മളെല്ലാം ചെയ്തേക്കണത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഒരു സംഭവം നമ്മളിപ്പോൾ ചെയ്യണത്. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ ഇനി നമുക്കെടുത്ത് പാത്രത്തിലോട്ടൊക്കെ എടുത്ത് അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല അടിപൊളിയായിട്ട് സാധനം, നല്ല സൂപ്പറായിട്ട് സാധനം കിട്ടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഉൾഭാഗത്തൊന്നും പോകണില്ല കേട്ടോ. അതങ്ങനെ പോവില്ല. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല. ഇതാണ് നമ്മൾ നന്നാക്കിയെടുത്ത ഇഞ്ചി. ഇത് കഴിഞ്ഞാൽ ഇഞ്ചിയാണ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഇത് നമുക്ക് റിലീസ് ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് കഴിച്ചെടുക്കാമല്ലോ. എന്താ ഇതെല്ലാം നമ്മൾ അയച്ചിട്ടേക്കേണ്ടത്. നമുക്ക് അയച്ച് ഇത്ര ഇഞ്ചിയുടെ തൊലി ഉണ്ടായി ഇന്നത്തെ. നമുക്ക് ഇനി ഉണക്കാൻ എടുത്ത് വെക്കാം. അപ്പം എല്ലാ സാധനവും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണം ഈ സാധനം. അപ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വേറെ സ്ക്രൂ ഒക്കെ വെച്ച് ആ ഒറ്റ സ്ക്രൂവിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഈ ഒരു സ്ക്രൂവിലാണ്
നമ്മുടെ എല്ലാ സാധനവും ഉറച്ചിരിക്കണം. അതായത് ഇതിൻ്റെ ഈ പാത്രം വരെ ഇതിനകത്ത് ആ ഒരു ഉള്ളി കിടന്ന് കറങ്ങണ ഇതുവരെ ഇതിനകത്ത് കറക്റ്റായിട്ട് ഉറച്ചിരിക്കണമെങ്കിൽ ഒരു സ്ക്രൂ മണി ഇരിക്കണത് എല്ലാം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് അപ്പം ഒക്കെയും ചെയ്യാൻ പറ്റും. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.